Laplace transform of a function f of t. അപ്പോൾ എഫ് ഓഫ് ടി എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ തന്നാൽ അതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താണെന്ന് നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോകണം. ഇപ്പോൾ ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് ടി തന്നു. നമ്മൾ എഫ് ഓഫ് ടിനെ ഇ റൈസ് ടു മൈനസ് എസ് ടി എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. എഫ് ഓഫ് ടിനെ ഇ റൈസ് ടു മൈനസ് എസ് ടി എന്ന ഫംഗ്ഷൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. എന്നിട്ട് അതിനെ 0 to ഇൻഫിനിറ്റി ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു വിത്ത് റെസ്പെക്ട് ടു ടി. അതായത് തന്നിരിക്കുന്ന ഫംഗ്ഷൻ എഫ് ഓഫ് ടിനെ ഇ റൈസ് ടു മൈനസ് എസ് ടി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. എന്നിട്ട് ഇൻ്റഗ്രേറ്റ് ഫ്രം 0 to ഇൻഫിനിറ്റി. അപ്പോൾ ഈ ഇൻ്റഗ്രലിനെയാണ് നമ്മൾ പറയുന്നത് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് ടി ആൻഡ് ഈസ് ഡിനോട്ടഡ് ബൈ എൽ ഓഫ് എഫ്. എൽ സ്റ്റാൻഡ്സ് ഫോർ ലാപ്ലേസ്. ഓക്കെ, so Laplace transform of a function f of t is denoted by L of f of t or simply L of f and is defined as L of f equal to integral 0 to infinity e raised to minus st f of t dt. ഇപ്പോൾ ഇൻ്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടു ടി ആണ്. ഇപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു ഫംഗ്ഷൻ ഓഫ് എസ് ആയിട്ടാണ് കിട്ടുക, എ ഫംഗ്ഷൻ ഓഫ് എസ്. ഓക്കെ, അപ്പോൾ ഇതാണ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എ ഫംഗ്ഷൻ എഫ് ഓഫ് ടി. L of f equal to integral 0 to infinity e raised to minus st f of t dt. അതൊരു ഫംഗ്ഷൻ ഓഫ് എസ് ആയിരിക്കും. അപ്പോൾ ഈ എഫ് ഓഫ് എസിനെയാണ് നമ്മൾ പറയുന്നത് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് സ്മോൾ എഫ്. എഫ് ഓഫ് എസ് ഈസ് കോൾഡ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി. അപ്പോൾ സ്മോൾ എഫ് ഓഫ് ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആയിരിക്കും ക്യാപിറ്റൽ എഫ് ഓഫ് എസ്. അങ്ങനെയാണെങ്കിൽ ക്യാപിറ്റൽ എഫ് ഓഫ് എസിൻ്റെ ഇൻവേഴ്സ് ട്രാൻസ്ഫോം ആയിരിക്കും സ്മോൾ എഫ് ഓഫ് ടി. സോ സ്മോൾ എഫ് ഓഫ് ടിന് നമുക്ക് എന്താ പറയാം, ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം. ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എസ്. അപ്പോൾ ഇതാണ് ബേസിക് ഡെഫിനിഷൻ. അതായത് ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് ടി തന്നു, അതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്, എൽ ഓഫ് എഫ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി ഇ റൈസ് ടു മൈനസ് എസ് ടി എഫ് ഓഫ് ടി ഡി ടി. അതൊരു ഫംഗ്ഷൻ ഓഫ് എസ് ആയിരിക്കും, നമ്മൾ അതിനൊരു എഫ് ഓഫ് എസ് എന്ന് വിളിച്ചു. സോ ദിസ് ക്യാപിറ്റൽ എഫ് ഓഫ് എസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ദിസ് ഫംഗ്ഷൻ എഫ് ഓഫ് ടി. അപ്പോൾ ക്യാപിറ്റൽ എഫ് ഓഫ് എസ് എഫ് ഓഫ് ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണെങ്കിൽ എഫ് ഓഫ് ടി എന്തായിരിക്കും, ക്യാപിറ്റൽ എഫിൻ്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ആയിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ബേസിക് ഡെഫിനിഷൻ. ഇനി ഈ ഡെഫിനേഷൻ ഉപയോഗിച്ച് നമ്മൾ കുറച്ച് ബേസിക് ഫംഗ്ഷൻസിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കും. അപ്പോൾ നമ്മൾ ഇൻ്റഗ്രേഷനും ഡിഫറൻസിയേഷനും ഒക്കെ പഠിച്ചപ്പോൾ അങ്ങനെയല്ലേ ചെയ്ത്, ഡിഫറൻസിയേഷൻ പഠിച്ചപ്പം ആദ്യം ഡെറിവേറ്റീവ് എന്താ ഡിഫൈൻ ചെയ്തു, അതിനുശേഷം കുറച്ച് ബേസിക് ഫംഗ്ഷൻസിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചു. അതുപോലെ ഇൻ്റഗ്രേഷനും അങ്ങനെ തന്നെ ചെയ്ത്. അപ്പോൾ അതുപോലെ ഇനി നമ്മൾ എന്ത് ചെയ്യും, ഈ ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ ഈ ഡെഫിനേഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ ചില ബേസിക് ഫംഗ്ഷൻസിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കാൻ പോകണം. അപ്പോൾ ഈ ഡെഫിനേഷൻ മറക്കരുത്, എൽ ഓഫ് എഫ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി ഇ റൈസ് ടു മൈനസ് എസ് ടി എഫ് ഓഫ് ടി ഡി ടി. ഓക്കെ, അപ്പോൾ ഇതാണ് ഡെഫിനിഷൻ. ഒരു ഫംഗ്ഷൻ എഫ് തന്നാൽ അതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താണ്, ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി ഇ റൈസ് ടു മൈനസ് എസ് ടി എഫ് ഓഫ് ടി ഡി ടി. ദാറ്റ് ഈസ് കോൾഡ് ക്യാപിറ്റൽ എഫ് ഓഫ് എസ്. അപ്പോൾ നമ്മൾ ക്യാപിറ്റൽ എഫ് ഓഫ് എസിനെയാണ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി എന്ന് പറയുന്നത്. നമുക്ക് സിമ്പിളായിട്ട് എഴുതുവാണെങ്കിൽ എൽ ഓഫ് സ്മോൾ എഫ് ഈക്വൽ ടു ക്യാപിറ്റൽ എഫ്. അപ്പം എഫ് ഓഫ് ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് ക്യാപിറ്റൽ എഫ് ഓഫ് എസ്. അതുകൊണ്ട് എഫ് ഓഫ് എസിൻ്റെ ഇൻവേഴ്സ് ട്രാൻസ്ഫോം ആയിരിക്കും സ്മോൾ എഫ് ഓഫ് ടി. അപ്പോൾ ആണെങ്കിൽ നമുക്ക് എന്താ എഴുതാം, എൽ ഇൻവേഴ്സ് ഓഫ് ക്യാപിറ്റൽ എഫ് ഈക്വൽ ടു സ്മോൾ എഫ്. ഇതാണ് ലാപ്ലേസ് ട്രാൻസ്ഫോം ആൻഡ് ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോംസ്. അപ്പോൾ നമ്മൾ തന്നിരിക്കുന്ന ഒറിജിനൽ ഫംഗ്ഷൻസിനെ നമ്മൾ സ്മോൾ ലെറ്റേഴ്സിൽ യൂസ് ചെയ്യും, ലാപ്ലേസ് ട്രാൻസ്ഫോമിനെ ആയിരിക്കും നമ്മൾ ക്യാപിറ്റൽ ലെറ്ററിൽ യൂസ് ചെയ്യും. തന്നിരിക്കുന്ന ഗിവൺ ഫംഗ്ഷൻസ് എപ്പോഴും സ്മോൾ ലെറ്ററിലായിരിക്കും, ലാപ്ലേസ് ട്രാൻസ്ഫോംസ് നമ്മൾ ക്യാപിറ്റൽ എഫിൽ ഡിനോട്ട് ചെയ്യും. അപ്പോൾ ഇതാണ് ഡെഫിനിഷൻസ്, ഇത് ഓർത്ത് വെക്കണം. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇനി ഓരോ ഫംഗ്ഷൻ്റെയും ലാപ്ലേസ് ട്രാൻസ്ഫോം കാണാം. ഇനി നമുക്ക് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് സർട്ടൺ ഫംഗ്ഷൻസ് നോക്കാം. ആദ്യം നമുക്ക് ബേസിക് ആയിട്ട് കോൺസ്റ്റന്റ് ഫംഗ്ഷൻ നോക്കാം, എഫ് ഓഫ് ടി ഈക്വൽ ടു 1. അപ്പോൾ ഇതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് കാണേണ്ടത്, എൽ ഓഫ് എഫ്. അപ്പോൾ നോക്കാം, ഡെഫിനേഷൻ എന്തായിരുന്നു, എൽ ഓഫ് എഫ് ഓഫ് ടി, എൽ ഓഫ് എഫ് എന്നോ എൽ ഓഫ് എഫ് ഓഫ് ടി എന്ന് എങ്ങനെ എഴുതാം, ഈക്വൽ ടു എന്താണ്, ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി ഇ റൈസ് ടു മൈനസ് എസ് ടി
എഫ് ഓഫ് ടി ഡി ടി. ഇതാണ് ഡെഫിനിഷൻ. ഇനി എന്ത് ചെയ്യുക, എഫ് ഓഫ് ടിക്ക് നമ്മുടെ തന്നിരിക്കുന്ന ഫംഗ്ഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഹിയർ എഫ് ഓഫ് ടി ഈക്വൽ ടു 1. അപ്പോൾ ഇൻ്റഗ്രൽ 0 to infinity e raised to minus st into 1 dt. That is integral 0 to infinity e raised to minus st dt. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു ടി ആണ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇ റേസ് ടു മൈനസ് എസ് ടി ഇൻ്റഗ്രൽ എന്തായിരിക്കും, ഇ റേസ് ടു മൈനസ് എസ് ഡിവൈഡഡ് ബൈ മൈനസ് എസ് ലിമിറ്റ്സ് അപ്ലൈ ചെയ്യുക ഫ്രോം 0 to infinity. അപ്പോൾ മൈനസ് 1/s e raised to minus s from 0 to infinity equal to minus 1/s into e raised to minus infinity minus e raised to 0. അപ്പോൾ ഈക്വൽ ടു മൈനസ് 1/s into e raised to minus infinity എന്താണ് 0, e raised to 0 is 1. അപ്പോൾ മൈനസ് 1/s into 0 minus 1, that is minus 1/s into minus 1 equal to 1/s. അപ്പോൾ നമുക്ക് കിട്ടുക എന്താണ്, എൽ ഓഫ് എഫ് ഓഫ് ടി ഈക്വൽ ടു 1/s കിട്ടി, വേറെ എഫ് ഓഫ് ടി ഈക്വൽ ടു 1. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എൽ ഓഫ് 1 എന്താണ്, 1/s ആണ്. therefore എൽ ഓഫ് 1 ഈക്വൽ ടു 1/s. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് റിസൾട്ട്. അപ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡ് ഫംഗ്ഷൻസിൻ്റെ ഒക്കെ ഡെറിവേറ്റീവും ഇൻ്റഗ്രലൊക്കെ കാണാൻ പഠിച്ച പോലെ ലാപ്ലേസ് ട്രാൻസ്ഫോം കാണാതെ പഠിക്കണം. അപ്പോൾ ഇങ്ങനെ കുറച്ച് ബേസിക് ഫംഗ്ഷൻസ് നമ്മൾ കണ്ടുപിടിക്കും, അതെല്ലാം ഓർത്ത് വെക്കണം. എന്നിട്ട് ഇത് ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ ഇനി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫംഗ്ഷൻസിൻ്റെ കണ്ടുപിടിക്കുക. അപ്പോൾ എൽ ഓഫ് 1 ഈക്വൽ ടു 1/s. അപ്പോൾ ഇതാണ് മെത്തേഡ്. എന്ത് ചെയ്യുക, ഫോർമുല അപ്ലൈ, എൽ ഓഫ് എഫ് ഓഫ് ടി ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to infinity e raised to minus st into എഫ് ഓഫ് ടി ഡി ടി. എന്നിട്ട് എഫ് ഓഫ് ടിക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്കൊരു എഫ് ഓഫ് എസ് ആയിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് എന്താ കിട്ടി, എൽ ഓഫ് 1 ആണ് 1/s. അപ്പോൾ 1 എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ കോൺസ്റ്റന്റ് ഫംഗ്ഷൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം 1/s ആണ്. വേറെ രീതി പറഞ്ഞാൽ 1/s എന്ന ഇതിൻ്റെ ഇൻവേഴ്സ് ട്രാൻസ്ഫോം ആയിരിക്കും 1. അപ്പോൾ രണ്ട് രീതി പറഞ്ഞു, ഇത് രണ്ടും സെയിം ആണ് മീൻ ചെയ്യുന്നത്. എൽ ഓഫ് 1 ഈക്വൽ ടു 1/s എന്ന് പറയുന്നത് എൽ ഇൻവേഴ്സ് 1/s ഈക്വൽ ടു 1 എന്ന് പറയുന്നത് സെയിം ആണ്. ഓക്കെ, അപ്പോൾ ലാപ്ലേസ് ട്രാൻസ്ഫോമും ഇൻവേഴ്സ് എന്താണെന്ന് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് കുറച്ച് 2-3 ഫംഗ്ഷൻസിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിച്ചിട്ട് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കിയത് എൽ ഓഫ് 1 ആണ്. ഇനി സെക്കൻഡ് വൺ, ഫൈൻഡ് ദ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി ഈക്വൽ ടു, നമുക്ക് ടി ചെയ്യാം. ഓക്കെ, എൽ ഓഫ് എഫ് കണ്ടുപിടിക്കാം. അപ്പോൾ എന്താണ് എൽ ഓഫ് എഫ് ഓഫ് ടി അല്ലെങ്കിൽ എൽ ഓഫ് എഫ് എന്തായിരിക്കും, ബൈ ഡെഫിനിഷൻ ഇൻ്റഗ്രൽ 0 to infinity e raised to minus st into എഫ് ഓഫ് ടി ഡി ടി. ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ 0 to infinity e raised to minus st into എഫ് ഓഫ് ടി എന്താണ്, ടി ഡി ടി. അപ്പോൾ ഇനി ഇവിടെ ചെയ്യുമ്പോൾ നോക്കി, ഇവിടെ e raised to minus st ഒരു ഫംഗ്ഷൻ ഓഫ് ടി ആണ്, ടി ഒരു ഫംഗ്ഷൻ ഓഫ് ടി ആണ്. അപ്പോൾ ഇൻ്റഗ്രൽ ഓഫ് പ്രൊഡക്റ്റ് ഓഫ് 2 ഫംഗ്ഷൻസ് ആണ് നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇൻ്റഗ്രൽ ഓഫ് പ്രൊഡക്റ്റ് ഓഫ് 2 ഫംഗ്ഷൻസ് എന്താണ്, ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ്. അതാണ് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ്. അപ്പോൾ അതാണ് യൂസ് ചെയ്യേണ്ടത് രണ്ട് പ്രൊഡക്റ്റ് ഓഫ് 2 ഫംഗ്ഷൻസ് വരുമ്പോൾ. അപ്പോൾ നമുക്ക് ഇങ്ങനെ പ്രൊഡക്റ്റ് വരുമ്പോൾ ഏത് ഫംഗ്ഷനാണ് ഫസ്റ്റ് യൂസ് ചെയ്യേണ്ടതെന്ന് അറിയാൻ നമ്മളൊരു ടെക്നിക്ക് യൂസ് ചെയ്യുമായിരുന്നു അല്ലേ, ഐ ലേറ്റ് എന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ അത് ഓർത്ത് വെക്കണം. ഐ എന്താണ്, ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ്, എൽ ലോഗരിതമിക് ഫംഗ്ഷൻസ്, എ എന്താണ് ആൾജിബ്രായിക് ഫംഗ്ഷൻസ്, ടി ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് ആൻഡ് ഇ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻസ്. അപ്പോൾ ഇങ്ങനെ ഫംഗ്ഷൻസ് വരുന്നതിൽ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് ആണ് ഉണ്ടെങ്കിൽ അതിനെയാണ് ഫസ്റ്റ് ഫംഗ്ഷനായിട്ട് ആദ്യം എടുക്കുക. അതിനുശേഷം ലോഗരിതമിക് ഫംഗ്ഷൻസ് എടുക്കുക, വീണ്ടും ആൾജിബ്രായിക് ഫംഗ്ഷൻസ് എടുക്കുക. ഓക്കെ, അപ്പോൾ ആ ഒരു ഓർഡറിൽ നോക്കാം. അപ്പോൾ ഇവിടെ എന്താണ്, ഇപ്പോൾ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ഏറ്റവും ലാസ്റ്റ് യൂസ് ചെയ്യേണ്ടത്, ടി എന്താ ആൾജിബ്രായിക് ഫംഗ്ഷൻ ആണ്. അപ്പോൾ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ആദ്യം എടുക്കേണ്ടത് എന്താണ്, ഫസ്റ്റ് ഫംഗ്ഷൻ എടുക്കേണ്ടത് ആൾജിബ്രായിക് ഫംഗ്ഷനായ ടി ആണ്. അപ്പോൾ ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to infinity ടി ഇ റേസ് ടു മൈനസ് എസ് ടി ഡി ടി. ഓക്കെ, ഇനി എന്ത് ചെയ്യുക, ഇനി ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് യൂസ് ചെയ്യുക. അപ്പോൾ ഇൻ്റഗ്രൽ ഓഫ് പ്രൊഡക്റ്റ് ഓഫ് 2 ഫംഗ്ഷൻസ് എന്താണ്, ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ്. അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് എന്താണ്, നമുക്ക് എഴുതാം ഇ റേസ് ടു മൈനസ് എസ് ടി ഡി ടി മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ്.
ലിമിറ്റ്സ് അപ്ലൈ ചെയ്യാം. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻറ്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇൻറ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇൻറ്റഗ്രൽ ഓഫ് സെക്കൻഡ്. ഓക്കെ, അപ്പോൾ ഈക്വൽ ടു ടി ഇൻറ്റു ഇതെന്ത് വരും, ഇ റേസ് ടു മൈനസ് എസ് ടി ഡിവൈഡഡ് ബൈ മൈനസ് എസ് മൈനസ് ഈ മൈനസും മൈനസ് 1/s കൂടെ പ്ലസ് 1/s ആവും ഇൻറ്റഗ്രൽ ഇ റേസ് ടു മൈനസ് എസ് ടി ഡി ടി. ലിമിറ്റ്സ് നമ്മൾ ലാസ്റ്റ് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഈക്വൽ ടു എന്ത് വരും, ടി ഇ റേസ് ടു മൈനസ് എസ് ടി ബൈ മൈനസ് എസ് പ്ലസ് 1/s ഇൻറ്റു വീണ്ടും ഇൻറ്റഗ്രൽ എന്താണ്, ഇ റേസ് ടു മൈനസ് എസ് ടി ബൈ മൈനസ് എസ്. ലിമിറ്റ്സ് ഫ്രം 0 to ഇൻഫിനിറ്റി. അപ്പോൾ ഇതെന്ത് വന്നു, ഈക്വൽ ടു ടി ഇ റേസ് ടു മൈനസ് എസ് ടി ഡിവൈഡഡ് ബൈ മൈനസ് എസ് മൈനസ് ഇ റേസ് ടു മൈനസ് എസ് ടി ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ. ലിമിറ്റ്സ് ഫ്രം 0 to ഇൻഫിനിറ്റി. അപ്പോൾ ലിമിറ്റ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ഇൻഫിനിറ്റി കൊടുക്കും. അപ്പോൾ 0 മൈനസ് 0 ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി 0 ആണ്, മൈനസ് സീറോ ലിമിറ്റ് കൊടുക്കുമ്പോൾ ടിക്ക് 0 ആകുമ്പോൾ 0 മൈനസ് അടുത്ത് എന്ത് വരും, ഇ റേസ് ടു 0 1/s സ്ക്വയർ. അപ്പോൾ അത് ഇവിടെ ഇൻഫിനിറ്റി കൊടുക്കുന്നത്, ഇവിടെ 0 കൊടുക്കുന്നത്. അപ്പോൾ ഈക്വൽ ടു എന്താണ്, 1/s സ്ക്വയർ. ഓക്കെ, അപ്പോൾ എൽ ഓഫ് ടി ഈക്വൽ ടു 1/s സ്ക്വയർ. വേറെ രീതിയിൽ പറഞ്ഞാൽ എൽ ഇൻവേഴ്സ് ഓഫ് 1/s സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ടി ആയിരിക്കും. അപ്പോൾ ഇതാണ് എഫ് ഓഫ് ടി ഈക്വൽ ടു ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം. അപ്പോൾ നമ്മൾ എന്തൊക്കെ കണ്ടു, എൽ ഓഫ് 1 ഈക്വൽ ടു 1/s, എൽ ഓഫ് ടി ഈക്വൽ ടു 1/s സ്ക്വയർ, എൽ ഓഫ് 1 ഈക്വൽ ടു 1/s, എൽ ഓഫ് ടി ഈക്വൽ ടു 1/s സ്ക്വയർ. ഈ രണ്ടെണ്ണം കണ്ടു. ഇനി നമുക്ക് ടി സ്ക്വയർ ടി ക്യൂബ് എല്ലാം കാണാൻ പറ്റും. അപ്പോൾ എൽ ഓഫ് ടി സ്ക്വയർ കാണാൻ എന്താ ചെയ്യണ്ടേ, എൽ ഓഫ് ടി സ്ക്വയർ ഇൻറ്റഗ്രൽ 0 to ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എസ് ടി ഇൻറ്റു ടി സ്ക്വയർ ഡി ടി ആയിരിക്കും. അപ്പോൾ വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, ആ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ആ പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് ഏത് ഫംഗ്ഷനാണ് ആദ്യം നോക്കുക, പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണ്ടേ, അതായത് ഇൻറ്റഗ്രേഷൻ ബൈ പാർട്സ് അപ്ലൈ ചെയ്യണ്ടേ. അപ്പോൾ ഇൻറ്റഗ്രൽ 0 to ഇൻഫിനിറ്റി ടി സ്ക്വയർ ഇൻറ്റു ഇ റേസ് ടു മൈനസ് എസ് ടി ഡി ടി. ഇനി നമ്മൾ നേരത്തെ ഇതുപോലെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും, അതായത് 2/s ക്യൂബ് എന്ന് കിട്ടും. അപ്പോൾ അതൊന്ന് തന്നെ ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ എൽ ഓഫ് ടി സ്ക്വയർ ഈക്വൽ ടു 2/s ക്യൂബ് എന്ന് കിട്ടും. വേറെ ഇതിൽ പറഞ്ഞാൽ എൽ ഇൻവേഴ്സ് ഓഫ് 2/s ക്യൂബ് ഈക്വൽ ടു എന്തായിരിക്കും, ടി സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഇത് ചെയ്ത് നോക്കിയാൽ കിട്ടും. ഇനി ടി ക്യൂബ് ആണെങ്കിൽ ടി ക്യൂബ് ഇൻറ്റു അങ്ങനെ ചെയ്താൽ മതി. ഓക്കെ, ഇനി നമുക്ക് ഇൻ ജനറൽ എൽ ഓഫ് ടി റേസ് ടു എൻ എന്താണെന്ന് നോക്കാം. അപ്പോൾ അതിന് നമുക്ക് ഒരു ഫോർമുല ഉണ്ട്, നമ്മൾ ഡിറൈവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും ക്ലിയർ അല്ലേ, അതായത് എഫ് ഓഫ് ടി ഈക്വൽ ടു 1, എഫ് ഓഫ് ടി ഈക്വൽ ടു ടി. ഇനി ടി സ്ക്വയർ നിങ്ങൾ ചെയ്ത് നോക്കിയാൽ എന്ത് കിട്ടും, എൽ ഓഫ് ടി സ്ക്വയർ ഈക്വൽ ടു 2/s ക്യൂബ് എന്ന് കിട്ടും. ഇനി നമുക്ക് ഇൻ ജനറൽ എൽ ഓഫ് ടി റേസ് ടു എൻ കണ്ടുപിടിക്കാൻ നോക്കാം. അപ്പോൾ അതിന് നമ്മൾ ആദ്യം ഒരു നമ്മുടെ നാലാമത്തെ എഫ് ഓഫ് ടി ഈക്വൽ ടു ടി റേസ് ടു എ where a is a positive real number. നമുക്കിതിൻ്റെ എൽ ഓഫ് എഫ് കണ്ടുപിടിച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ ഏതൊരു പോസിറ്റീവ് റിയൽ നമ്പറിന് നമ്മൾ അതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കാൻ പോകണം.
അപ്പോൾ ഇൻ പർട്ടിക്കുലർ നമുക്ക് ഒരു ടി റേസ് ടു n നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ആദ്യം ഇത് കണ്ടുപിടിക്കാം. ആൻസർ എൽ ഓഫ് എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? എൽ ഓഫ് എഫ് ഓഫ് ടി ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to infinity e raised to minus st f of t dt. That is integral 0 to infinity e raised to minus st f of t എന്താണ്? t raised to a dt. That equal to integral 0 to infinity. അപ്പോൾ ഇതിൻ്റെ ഇൻ്റഗ്രൽ നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പോൾ എ എന്താണെന്ന് നമുക്കറിയില്ല, ഒരു പോസിറ്റീവ് റിയൽ നമ്പർ ആണെന്ന് അറിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് യൂസ് ചെയ്താൽ നമുക്കത് ഇൻഡെഫിനിറ്റ് ആയിട്ട് അങ്ങ് പോകും. പക്ഷേ ഈ ഒരു ഫോമിലുള്ള ഇൻ്റഗ്രൽ നമുക്ക് നമ്മൾ നേരത്തെ പഠിച്ച ഒരു ഫംഗ്ഷനായിട്ട് ബന്ധമുണ്ട്. ഗാമ ഫംഗ്ഷൻ ഓർമ്മയുണ്ടോ? ഗാമ ഫംഗ്ഷൻ സ്റ്റാറ്റിസ്റ്റിക്സിലൊക്കെ പഠിച്ചിട്ടുണ്ടോ? അതായത് ഒരു ഇൻ്റഗ്രൽ 0 to infinity e raised to minus mx x raised to p minus 1 dx നമ്മൾ ഗാമ പി ബൈ എം റേസ് ടു പി എന്ന് പറഞ്ഞ സ്റ്റാറ്റിസ്റ്റിക്സിൽ പഠിച്ചിട്ടുണ്ട്. ഗാമ ഡിസ്ട്രിബ്യൂഷനൊക്കെ പഠിച്ചപ്പോൾ അല്ലേ? ഇൻ്റഗ്രൽ 0 to infinity e raised to minus mx x raised to p minus 1 dx equal to gamma p by m raised to p എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഇൻ്റഗ്രൽ നോക്കി, ഇത് ആ ഒരു ഫോമിലല്ലേ വരുന്നത്? ഇൻ്റഗ്രൽ 0 to infinity e raised to ഒരു മൈനസ് ടിക്ക് പകരം എക്സിന് പകരം ടി, e raised to minus mx ഒരു x raised to p minus 1 dx ഫോമിലല്ലേ വരുന്നത്? അപ്പോൾ ആ ഒരു ഫോമിലേക്ക് നമ്മൾ മാറ്റാൻ പോവാണ്. അപ്പോൾ e raised to minus st p minus 1 വരെ എന്ത് ചെയ്യുക? t raised to a plus 1 minus 1 dt. അപ്പോൾ ഈ ഒരു ഫോമുലായി ഇൻ്റഗ്രൽ 0 to infinity e raised to minus mx x raised to p minus 1 dx ഫോമുലായി. അപ്പോൾ ഇത് നമുക്ക് എന്താണെന്ന് അറിയാം? ഗാമ പി ബൈ എം റേസ് ടു പി എന്നറിയാം. അപ്പോൾ ഇവിടുത്തെ പി എന്താണ്? എ പ്ലസ് 1, ദാറ്റ് ഈസ് ഗാമ എ പ്ലസ് 1 ഡിവൈഡഡ് ബൈ എന്താണ്? എം റേസ് ടു പി. ഇവിടെ എമ്മിന് ഓരോ എന്താ? എസ് റേസ് ടു എ പ്ലസ് 1. അപ്പോൾ എൽ ഓഫ് ടി റേസ് ടു എ എന്താണ്? ഗാമ എ പ്ലസ് 1 ഡിവൈഡഡ് ബൈ എസ് റേസ് ടു എ പ്ലസ് 1. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത റിസൾട്ട്. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി റേസ് ടു എ ഈക്വൽ ടു ഗാമ എ പ്ലസ് 1 ഡിവൈഡഡ് ബൈ എസ് റേസ് ടു എ പ്ലസ് 1 വേർ എ ഈസ് എ പോസിറ്റീവ് റിയൽ നമ്പർ. ഓക്കെ, അപ്പോൾ ഇവിടെ യൂസ് ചെയ്തത് എന്താണ്? ഗാമ ഫംഗ്ഷൻ്റെ ആ ഡെഫിനിഷൻ. അപ്പോൾ നമ്മുടെ അടുത്ത റിസൾട്ടായി ഏതൊക്കെയായത്? എൽ ഓഫ് 1 ഈക്വൽ ടു 1 ബൈ എസ്, എൽ ഓഫ് ടി ഈക്വൽ ടു 1 ബൈ എസ് സ്ക്വയർ, എൽ ഓഫ് ടി സ്ക്വയർ ഈക്വൽ ടു 2 ബൈ എസ് സ്ക്വയർ. പിന്നെ ഒരു ജനറലായിട്ട് എൽ ഓഫ് ടി റേസ് ടു എ ഈക്വൽ ടു ഗാമ എ പ്ലസ് 1 ഡിവൈഡഡ് ബൈ എസ് റേസ് ടു എ പ്ലസ് 1. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഇതിൻ്റെ സ്പെഷ്യൽ കേസായിട്ട് ഇത് ഏതൊരു റിയൽ നമ്പറിനും പറ്റും. സ്പെഷ്യൽ കേസ് നോക്കാം. അപ്പോൾ വേർ എ ഈക്വൽ ടു എൻ ഒരു നാച്ചുറൽ നമ്പറാണെന്ന് വിചാരിക്കാം. അപ്പോൾ എൽ ഓഫ് ടി റേസ് ടു എൻ എന്തായിരിക്കും? ഗാമ എൻ പ്ലസ് 1 ഡിവൈഡഡ് ബൈ എസ് റേസ് ടു എൻ പ്ലസ് 1. ഏതൊരു റിയൽ നമ്പറിനും ഈ റിസൾട്ട് ട്രൂ ആണ്. സോ ഇൻ പർട്ടിക്കുലർ നമ്മൾ എക്ക് വരെ ഒരു നാച്ചുറൽ നമ്പർ എൻ എടുത്താൽ എൽ ഓഫ് ടി റേസ് ടു എൻ എന്തായിരിക്കും? ഗാമ എൻ പ്ലസ് 1 ഡിവൈഡ് ബൈ എസ് റേസ് ടു എൻ പ്ലസ് 1. ഇനി നമുക്കറിയാം ഗാമ പി, പി ഒരു നാച്ചുറൽ നമ്പർ ആണെങ്കിൽ ഗാമ പി എന്തായിരുന്നു? പി മൈനസ് 1 ഫാക്ടോറിയൽ ആയിരുന്നു. സോ ഗാമ എൻ പ്ലസ് 1 എന്തായിരിക്കും? എൻ പ്ലസ് 1 മൈനസ് 1 ഫാക്ടോറിയൽ. ദാറ്റ് ഈസ് n factorial divided by s raised to n plus 1. അപ്പോൾ L of t raised to n എന്താണ്? Therefore L of t raised to n equal to n factorial divided by s raised to n plus 1. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി L of t ക്യൂബോ L of t raised to 4 എന്ത് വേണമെങ്കിലും നമുക്ക് ഈ റിസൾട്ട് ഉപയോഗിച്ചിട്ട് കാണാം. അപ്പോൾ ഇത് ശരിയാണോ നോക്കണ്ടേ? നമ്മൾ കണ്ടുപിടിച്ചത് L of t raised to n, ഈ റിസൾട്ട് ശരിയാണോ നോക്കണ്ടേ? അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് നോക്കാം. L of 1 നമുക്കറിയാം എന്തായിരുന്നു? 1 ബൈ എസ് ആയിരുന്നു. നോക്കാം L of 1 ഈ ഡെഫിനേഷൻ ശരിയാവുന്നുണ്ടോ നോക്കാം. L of 1 ഈക്വൽ ടു L of t raised to 0 അല്ലേ? ദാറ്റ് ഈസ് 0 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ എസ് റേസ് ടു 0 പ്ലസ് 1. 0 ഫാക്ടോറിയൽ എന്താണ്? 1 ഡിവൈഡ് ബൈ എസ് റേസ് ടു 1 എസ്. സോ L of 1 ഈക്വൽ ടു 1 ബൈ എസ് എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് കിട്ടിയ റിസൾട്ട് തന്നെയാണ്, നമ്മൾ ഡെഫിനേഷൻ ഉപയോഗിച്ചപ്പോൾ ചെയ്ത റിസൾട്ട് തന്നെയാണ് കിട്ടുന്നത്. അതുപോലെ L of t എന്താണ്? L of t raised to 1, that is 1 factorial divided by s raised to 1 plus 1. 1 factorial 1 തന്നെയാണ് s square.
അപ്പോൾ എൽ ഓഫ് ടി ഈക്വൽ ടു 1/s². വീണ്ടും നമ്മൾ ഡെഫിനേഷൻ ഉപയോഗിച്ച് ചെയ്ത് അതേ റിസൾട്ട് തന്നെ കിട്ടി. ഇനി നമ്മൾ എൽ ഓഫ് ടി സ്ക്വയർ 2/s³ ആണെന്ന് ഞാനൊരു കിട്ടുമെന്ന് പറഞ്ഞിരുന്നു ഡയറക്റ്റ് മെത്തേഡ് വഴി ചെയ്താൽ. അപ്പോൾ അത് നിങ്ങൾ ചെയ്ത് നോക്കണം. നമുക്ക് ഇപ്പോൾ ഇതൊന്ന് വെരിഫൈ ചെയ്ത് നോക്കാം. എൽ ഓഫ് ടി സ്ക്വയർ ഈക്വൽ ടു എന്താണ്? എൽ ഓഫ് ടി സ്ക്വയർ ഈക്വൽ ടു എന്താണ്? 2 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ എസ് റേസ് ടു 2 + 1 ദാറ്റ് ഈസ് 2/s³. അപ്പോൾ ഇൻ ജനറൽ നമുക്ക് എന്ത് പറയാം? ഇനി ഈ റിസൾട്ട് തന്നെ ഉപയോഗിച്ചാൽ മതി. എൽ ഓഫ് ടി ക്യൂബ് ആണെങ്കിലോ 3 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ എസ് റേസ് ടു 4 ദാറ്റ് ഈസ് 6/s⁴. അങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ റിസൾട്ട്സ്. അപ്പോൾ ഇതുവരെ നമ്മൾ പഠിച്ച റിസൾട്ടുകൾ ഏതൊക്കെയാണ്? അപ്പോൾ ഇതൊക്കെ ഓർത്ത് വെക്കണം. എൽ ഓഫ് 1 ഈക്വൽ ടു 1/s, എൽ ഓഫ് ടി ഈക്വൽ ടു 1/s², എൽ ഓഫ് ടി സ്ക്വയർ ഈക്വൽ ടു 2/s³. അപ്പോൾ ഇൻ ജനറൽ നമുക്ക് എൽ ഓഫ് ടി റേസ് ടു എന്താണ്? n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ എസ് റേസ് ടു n+1. മോർ ജനറൽ റിസൾട്ട് എൽ ഓഫ് ടി റേസ് ടു എ ഈക്വൽ ടു ഗാമ a+1 ഡിവൈഡഡ് ബൈ എസ് റേസ് ടു a+1. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോക്കും. ശരിക്കും ഇതറിഞ്ഞാൽ തന്നെ മതി. പക്ഷേ ഇത് രണ്ടും ഒന്ന് ഓർത്ത് നോക്കുക. നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ പെട്ടെന്ന് എഴുതാൻ പറ്റുമല്ലോ. ഇനിയും കുറച്ച് സ്റ്റാൻഡേർഡ് ഫംഗ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെയും കൂടെ നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻസ് e⁻t ഒക്കെ ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കണ്ടേ? അപ്പോൾ നമുക്കിനി അത് നോക്കാം. അപ്പോൾ 5th വൺ അല്ലേ? എഫ് ഓഫ് ടി ഈക്വൽ ടു e⁻, ജനറൽ ആയിട്ട് ഒരു 8t പറയാം. ഫൈൻഡ് എൽ ഓഫ് എഫ്. അപ്പോൾ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം നോക്കാം. അപ്പോൾ നമുക്കറിയാം ഡെഫിനേഷൻ ഇനി എഴുതുന്നുണ്ടല്ലോ. എന്താണ്? എൽ ഓഫ് എഫ് ഓഫ് ടി ഈക്വൽ ടു ഇന്റഗ്രൽ 0 to ∞ e⁻ st ഇൻറ്റു എഫ് ഓഫ് ടി dt ആണ്. അപ്പോൾ എൽ ഓഫ് e⁻t എന്തായിരിക്കും? ഇന്റഗ്രൽ 0 to ∞ e⁻ st എഫ് ഓഫ് ടി എന്താണ്? e⁻at dt. That is integral 0 to ∞ e⁻ of s minus a into t dt. ഓക്കെ, അപ്പോൾ ഇതെന്ത് വരും? e⁻ s minus a into t യുടെ ഇൻ്റഗ്രൽ എന്താണ്? e⁻ s minus a ഡിവൈഡഡ് ബൈ മൈനസ് ഓഫ് s minus a with limits 0 to ∞. That is -1/s minus a e⁻ s minus a from limits from 0 to ∞. Equal to -1/s minus a. ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? സോറി, s minus a t ഉണ്ടേ. s minus a t. അപ്പോൾ ഇനി എന്ത് ചെയ്യുക? ലിമിറ്റ്സ് കൊടുക്കുക. t ഈക്വൽ ടു ∞ കൊടുക്കുമ്പോൾ -s minus t എന്താവും? e⁻ ആവും. ദാറ്റ് ഈസ് 0. ഇനി t 0 ആകുമ്പോൾ e⁻0 ഈസ് 1. അപ്പോൾ എന്ത് വരും? -1/s minus a ഇൻറ്റു -1 ദാറ്റ് ഈസ് 1/s minus a. അപ്പോൾ കിട്ടിയത് എന്താണ്? എൽ ഓഫ് e⁻at ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ s minus a. എൽ ഓഫ് e⁻at ഈക്വൽ ടു 1/s minus a. അപ്പോൾ വേറെ ഇതിൽ പറഞ്ഞാൽ ദ ഇൻവേഴ്സ് ട്രാൻസ്ഫോം ഓഫ് s minus a എന്തായിരിക്കും? എൽ ഇൻവേഴ്സ് ഓഫ് 1/s minus a ഈക്വൽ ടു e⁻at. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത റിസൾട്ട്. എൽ ഓഫ് e⁻at ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ s minus a. അപ്പോൾ എൽ ഓഫ് -at എന്തായിരിക്കും? എൽ ഓഫ് e⁻at എന്തായിരിക്കും? അപ്പോൾ നമുക്കറിയാം എൽ ഓഫ് e⁻at എന്താണ്? എൽ ഓഫ് e⁻at ഈക്വൽ ടു 1/s minus a ആണ്. Therefore എൽ ഓഫ് e⁻at ഈക്വൽ ടു എന്ത് ചെയ്യുക? റീപ്ലേസ് a ബൈ മൈനസ് a, s മൈനസ് മൈനസ് a ഈക്വൽ ടു 1/s പ്ലസ് a. അപ്പോൾ നമുക്ക് രണ്ട് റിസൾട്ടും കൂടെ കിട്ടി. ഏതൊക്കെയാണ്? എൽ ഓഫ് e⁻at ഈക്വൽ ടു 1/s minus a
L of e raised to minus at equal to 1 by s plus a. ഇനി നമുക്ക് എക്ക് 1 കൊടുത്താൽ എന്ത് കിട്ടും? ഇ റേസ് ടു ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം കിട്ടും. അപ്പോൾ എ ഈക്വൽ ടു 1 കൊടുക്കുമ്പോൾ എന്താണ്? എൽ ഓഫ് ഇ റേസ് ടു ടി ഈക്വൽ ടു 1 ബൈ എസ് മൈനസ് 1. അതുപോലെ രണ്ടാമത്തെ റിസൾട്ടിൽ എ ഈക്വൽ ടു 1 കൊടുക്കുമ്പോൾ എൽ ഓഫ് ഇ റേസ് ടു മൈനസ് ടി ഈക്വൽ ടു 1 ബൈ എസ് പ്ലസ് 1. അപ്പോൾ ബേസിക്കലി നമുക്ക് 4 റിസൾട്ട് കിട്ടി. ഇ റേസ് ടു എൽ ഓഫ് ഇ റേസ് ടു എ ടി ഈക്വൽ ടു 1 ബൈ എസ് മൈനസ് എ, എൽ ഓഫ് ഇ റേസ് ടു മൈനസ് എ ടി ഈക്വൽ ടു 1 ബൈ എസ് പ്ലസ് എ, L of e raised to t equal to 1 by s minus 1, L of e raised to minus t equal to 1 by s plus 1. Okay. ഇതിൻ്റെ കൂടെ നമ്മൾ പഠിച്ച നമ്മുടെ റിസൾട്ടുകൾ L of 1 equal to 1 by s, L of t equal to 1 by s square, L of t square equal to 2 by s cube, etc. L of t raised to n equal to n factorial by s raised to n plus 1, L of t raised to a equal to gamma a plus 1 by s raised to a plus 1. അപ്പോൾ ഇത്രയും റിസൾട്ടുകൾ ആയി. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഡെഫിനിഷൻ യൂസ് ചെയ്തിട്ട് ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കുന്നത്. ഇനി നമ്മൾ ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കാനുള്ള വേറെ മെത്തേഡിലൊക്കെ നോക്കും. അപ്പോൾ ഒരു കാര്യം തന്നെ നമുക്ക് പല രീതിയിൽ ചെയ്യാമല്ലോ. ഡെഫിനിഷൻ ഉപയോഗിച്ച് ചെയ്യാം, വേറെ റിസൾട്ടുകൾ ഉപയോഗിച്ച്, തിയറങ്ങൾ ഉപയോഗിച്ച് പ്രൂവ് ചെയ്യാം. അപ്പോൾ പല കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ ഇത്രയും നേരം നമ്മൾ ഡെഫിനിഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിച്ചത്. ഇനി നമ്മൾ വേറെ റിസൾട്ടുകളൊക്കെ ഉപയോഗിച്ചിട്ട് ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കും. അപ്പോൾ അതിന് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? വേറെ റിസൾട്ടുകൾ പറയണം. ലാപ്ലേസ് ട്രാൻസ്ഫോമിനെ കുറിച്ചുള്ള റിസൾട്ടുകൾ പറയണം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഒരു റിസൾട്ടാണ് നോക്കുന്നത്. അതിന് നമ്മൾ ഫസ്റ്റ് തിയറം 1, അതായത് ലാപ്ലേസ് ട്രാൻസ്ഫോം എപ്പോഴും ലീനിയർ ആയിരിക്കും. അപ്പോൾ ലീനിയാരിറ്റി ഓഫ് ലാപ്ലേസ് ട്രാൻസ്ഫോം. ഓക്കെ, അതായത് എൽ ഓഫ് എ എഫ് പ്ലസ് ബി ജി, രണ്ട് ഫംഗ്ഷൻ എടുക്കുക. എഫ് ഓഫ് ടിയും ജി ഓഫ് ടിയും നോക്കുക. അങ്ങനെയാണെങ്കിൽ എൽ ഓഫ് എ എഫ് പ്ലസ് ബി ജി എന്ന് പറയുന്നത് എ എൽ ഓഫ് എഫ് പ്ലസ് ബി എൽ ഓഫ് ജി ആയിരിക്കും. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ലീനിയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ലാപ്ലേസ് ട്രാൻസ്ഫോം ഈസ് എ ലീനിയർ ഓപ്പറേഷൻ. അതായത് എൽ ഓഫ് എ എഫ് പ്ലസ് ബി ജി ഈക്വൽ ടു എ ഇൻറ്റു എൽ ഓഫ് എഫ് പ്ലസ് ബി ഇൻറ്റു എൽ ഓഫ് ജി, വേർ എയും ബിയും എന്താണ്? കോൺസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ലാപ്ലേസ് ട്രാൻസ്ഫോം ഈസ് ലീനിയർ. അപ്പോൾ എഫും ജിയും രണ്ട് ഫംഗ്ഷൻ തന്നു, ആൻഡ് എ ആൻഡ് ബി ആർ ടു കോൺസ്റ്റൻസ്. ദെൻ എൽ ഓഫ് എ എഫ് പ്ലസ് ബി ജി ഈക്വൽ ടു എ എൽ ഓഫ് എഫ് പ്ലസ് ബി എൽ ഓഫ് ജി. അപ്പോൾ ഇതാണ് ലീനിയാരിറ്റി ഓഫ് ലാപ്ലേസ് ട്രാൻസ്ഫോംസ്. അപ്പോൾ ഇതിൻ്റെ പ്രൂഫ് നമുക്ക് ചെയ്യാം. കാണിക്കേണ്ടത് എന്താ? എൽ ഓഫ് എ എഫ് പ്ലസ് ബി ജി ഈക്വൽ ടു എ എൽ ഓഫ് എഫ് പ്ലസ് ബി എൽ ഓഫ് ജി. പ്രൂഫ്. അപ്പോൾ ഇത് പ്രൂവ് ചെയ്യാൻ നമുക്കിപ്പം ആകപ്പാട് നമ്മുടെ ഡെഫിനേഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇത് പ്രൂവ് ചെയ്യുന്ന ഡെഫിനേഷൻ ഉപയോഗിച്ച് തന്നെ ആയിരിക്കും. അപ്പോൾ നമുക്ക് എൽ ഓഫ് എ എഫ് പ്ലസ് ബി ജി ഈക്വൽ ടു എ എൽ ഓഫ് എഫ് പ്ലസ് ബി എൽ ഓഫ് ജി എന്നാണ് കാണിക്കേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം. എൽ ഓഫ് എ എഫ് ഓഫ് ടി എന്ന് തന്നെ എഴുതാം, പ്ലസ് ബി ജി ഓഫ് ടി ഇതാണ് കാണിക്കേണ്ടത്. അപ്പോൾ എൽ ഓഫ് എഫ് ഓഫ് ടി എന്തായിരുന്നു? ഇന്റഗ്രൽ 0 to infinity e raised to minus ഇന്റഗ്രൽ 0 to infinity e raised to minus st f of t dt. അപ്പോൾ ഇതെന്തായിരിക്കും? ഇന്റഗ്രൽ 0 to infinity e raised to minus st ഇൻറ്റു ഇവിടുത്തെ ഫംഗ്ഷൻ എന്താ? a f of t പ്ലസ് b g of t dt. ദാറ്റ് ഈസ് ഇന്റഗ്രൽ 0 to infinity മൾട്ടിപ്ലൈ e raised to minus st a f of t പ്ലസ് e raised to minus st b g of t dt. ഇനി ഇന്റഗ്രൽ എന്താണ്? ലീനിയർ ആണ്. ഇന്റഗ്രൽ എഫ് പ്ലസ് ജി എന്തായിരുന്നു? ഇന്റഗ്രൽ എഫ് പ്ലസ് ഇന്റഗ്രൽ ജി ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാം? ഇന്റഗ്രൽ 0 to infinity e raised to minus st a f of t dt പ്ലസ് ഇന്റഗ്രൽ 0 to infinity e raised to minus st b g of t dt. എങ്ങനെ? ഇൻ്റഗ്രേഷൻ്റെ ലീനിയാരിറ്റി ഉപയോഗിച്ചിട്ട് ഇന്റഗ്രൽ എഫ് പ്ലസ് ജി ഈക്വൽ ടു ഇന്റഗ്രൽ എഫ് പ്ലസ് ഇന്റഗ്രൽ ജി ആണ്. അപ്പോൾ അതാണ് യൂസ് ചെയ്തത്. ഇനി
നമുക്കറിയാം ഇൻ്റഗ്രലും ഈ റിസൾട്ട് സാധിച്ചു. അതായത് ഇൻ്റഗ്രൽ ഒരു സി എഫ് എന്ന് പറഞ്ഞാൽ സി ഇൻറ്റു ഇൻ്റഗ്രൽ എഫ് ആണ്. അപ്പോൾ നമുക്കിതിന് എന്ത് ചെയ്യാം, ഈക്വൽ ടു ഇവിടെ ഒരു കോൺസ്റ്റന്റ് എ ഉണ്ട്, എനെ പുറത്തെടുക്കാൻ പറ്റും. അതും ഇൻ്റഗ്രലിൻ്റെ പ്രോപ്പർട്ടിയാണ്. ഇൻ്റഗ്രൽ സി എഫ് ഈക്വൽ ടു സി ഇൻറ്റു ഇൻ്റഗ്രൽ എഫ്. അപ്പോൾ ഇവിടെ നമ്മുടെ കോൺസ്റ്റന്റ് പുറത്തെടുത്തു. ഇൻ്റഗ്രൽ 0 to ∞ e raised to -st f of t dt. വീണ്ടും അതേ റിസൾട്ട് ഇൻ്റഗ്രൽ സി എഫ് ഈക്വൽ ടു സി ഇൻ്റഗ്രൽ എഫിൻ്റെ റിസൾട്ട് യൂസ് ചെയ്യും. അപ്പോൾ കോൺസ്റ്റന്റ് പുറത്തെടുത്തു. ബി ഇൻ്റഗ്രൽ 0 to ∞ e raised to -st g of t dt. ഇതെന്താണ്? എൽ ഓഫ് എഫ് ആണ്, ഇത് എൽ ഓഫ് ജി ആണ്. അപ്പോൾ എന്ത് വന്നു? ഈക്വൽ ടു എ എൽ ഓഫ് എഫ് ഓഫ് ടി പ്ലസ് ബി എൽ ഓഫ് ജി ഓഫ് ടി. അപ്പോൾ നമുക്ക് എന്താ കിട്ടിയേ? കിട്ടിയത് എന്താണ്? എൽ ഓഫ് എ എഫ് ഓഫ് ടി പ്ലസ് ബി ജി ഓഫ് ടി ഈക്വൽ ടു എ എൽ ഓഫ് എഫ് ഓഫ് ടി പ്ലസ് ബി എൽ ഓഫ് ജി ഓഫ് ടി. ദാറ്റ് ഈസ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഈസ് ലീനിയർ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് തിയറം. ലാപ്ലേസ് ട്രാൻസ്ഫോം ഈസ് ലീനിയർ. ഓക്കെ, ലാപ്ലേസ് ട്രാൻസ്ഫോം ലീനിയർ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ ഇൻവേഴ്സ് ട്രാൻസ്ഫോമും ലീനിയർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എൽ ഇൻവേഴ്സും ഒരു ലീനിയർ ഫംഗ്ഷൻ ആയിരിക്കും, ലീനിയർ ഓപ്പറേറ്റർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഈ ലീനിയാരിറ്റി എന്ന പ്രോപ്പർട്ടി യൂസ് ചെയ്ത് നമുക്ക് കുറച്ച് ലാപ്ലേസ് ട്രാൻസ്ഫോംസ് കണ്ടുപിടിക്കാം. കുറച്ച് ഫംഗ്ഷൻസിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഏതൊക്കെയാണ് പഠിച്ചത്? ഒരു ടി റേസ് ടു ഒരു എ, അതുപോലെ ഇ റേസ് ടു എ ടി, ഇ റേസ് ടു മൈനസ് എ ടി, ഇങ്ങനത്തെ ഫംഗ്ഷൻസ് മാത്രമേ നോക്കിയിട്ടുള്ളൂ. ഇനിയുണ്ട്, അതായത് കോസ്, സൈന്, ഹൈപ്പർബോളിക് കോസ്, ഹൈപ്പർബോളിക് സൈന്, ഇങ്ങനത്തെ ഫംഗ്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കണം. അപ്പോൾ ഇതൊക്കെ നമ്മൾ കണ്ടുപിടിക്കുന്നത് ഡെഫിനിഷൻ മാത്രമല്ല, ഡെഫിനിഷൻ്റെ കൂടെ ലീനിയാരിറ്റി എന്ന പ്രോപ്പർട്ടിയും കൂടെ യൂസ് ചെയ്തിട്ടായിരിക്കും ഇങ്ങനത്തെ ഫംഗ്ഷൻസിൻ്റെയൊക്കെ ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഹൈപ്പർബോളിക് ഫംഗ്ഷൻസിന് നോക്കാം. അപ്പോൾ എഫ് ഓഫ് ടി ഈക്വൽ ടു കോസ് എച്ച് എ ടി. നമുക്ക് എൽ ഓഫ് എഫ് ആണ് കാണേണ്ടത്, ഹൈപ്പർബോളിക് ഫംഗ്ഷൻസിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ എൽ ഓഫ് കോസ് എച്ച് എ ടി എന്താണ്? ഇൻ്റഗ്രൽ 0 to ∞ e raised to -st ഇൻറ്റു കോസ് എച്ച് എ ടി വരും അല്ലേ, ഇൻറ്റു കോസ് എച്ച് എ ടി ഡി ടി. അപ്പോൾ ഇത് നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എന്താണ്? പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, തിരിഞ്ഞിങ്ങനെ മാറിക്കൊണ്ടിരിക്കും, ഒരു ഇൻഡെഫിനിറ്റ് ആയിട്ട് പോകും അല്ലേ. കോസ് സൈൻ അങ്ങനെ മാറി കളിച്ചുകൊണ്ടിരിക്കുമെന്നല്ലാതെ ഇവിടെ നമ്മൾ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് യൂസ് ചെയ്താൽ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഡെഫിനേഷൻ ഉപയോഗിച്ച് ചെയ്താലത്തെ പ്രശ്നം അതാണ്. നമ്മൾ പ്രൊഡക്റ്റ് റൂൾ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? വീണ്ടും ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് കോസും സൈനും മാറി കളിച്ചുകൊണ്ടിരിക്കുന്നല്ലാതെ ആൻസർ കിട്ടില്ല. അപ്പോൾ നമുക്കറിയാം കോസ് എച്ച് എക്സ് ഈക്വൽ ടു ഇ റേസ് ടു എക്സ് പ്ലസ് ഇ റേസ് ടു -x/2 ആണ്. അപ്പോൾ അതുകൊണ്ട് കോസ് എച്ച് എ ടിനെ എങ്ങനെ എഴുതാം? എൽ ഓഫ് ഇ റേസ് ടു എ ടി പ്ലസ് ഇ റേസ് ടു -at ഡിവൈഡഡ് ബൈ 2 എന്ന് എഴുതാം. ഓക്കെ, ഇനി എന്ത് ചെയ്യുക? നമ്മൾ നേരത്തെ പഠിച്ച ലാപ്ലേസ് ട്രാൻസ്ഫോം ലീനിയർ ആണെന്നുള്ള പ്രോപ്പർട്ടി യൂസ് ചെയ്യുക. അപ്പോൾ ഇതിന് 1/2 ലീനിയർ ആയതുകൊണ്ട് കോൺസ്റ്റന്റ് പുറത്തെടുക്കാം, ഇൻറ്റു എൽ ഓഫ് ഇ റേസ് ടു എ ടി പ്ലസ് എൽ ഓഫ് ഇ റേസ് ടു -at എന്ന് വരും, ലീനിയാരിറ്റി പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട്. ഇനി എന്താണ്? ഇ റേസ് ടു എ ടിയുടെയും ഇ റേസ് ടു -at ലാപ്ലേസ് ട്രാൻസ്ഫോം നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അല്ലെങ്കിൽ നമുക്ക് ഡെഫിനേഷൻ ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. അപ്പോൾ 1/2 ഇൻറ്റു ഇ റേസ് ടു എ ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്തായിരുന്നു? 1/s - a. അതുപോലെ ഇ റേസ് ടു -atയുടെയോ 1/s + a. അപ്പോൾ അതുകൊണ്ടാണ് ഈ റിസൾട്ടുകൾ പഠിച്ചു വെക്കണമെന്ന് പറയുന്നത്. അപ്പോൾ ഈക്വൽ ടു 1/2 ഇൻറ്റു ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം, s + a പ്ലസ് s - a ഡിവൈഡഡ് ബൈ s - a ഇൻറ്റു s + a. ദാറ്റ് ഈസ് 1/2 ഇൻറ്റു a ക്യാൻസൽ ആയിപ്പോൾ 2s ബൈ a + b ഇൻറ്റു a - b എന്താ? a² - b². സോ s² - a². 2ഉം 2ഉം ക്യാൻസൽ ചെയ്താൽ s ബൈ s² - a². ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ലീനിയാരിറ്റി ഉപയോഗിച്ച് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. എൽ ഓഫ് കോസ് എച്ച് എ ടിനെ നമ്മൾ കോസ് എച്ചിൻ്റെ ഫോർമുല ഉപയോഗിച്ച് സ്പ്ലിറ്റ് ചെയ്തു, എന്നിട്ട് ലീനിയാരിറ്റി അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? എൽ ഓഫ് കോസ് എച്ച് എ ടി ഈക്വൽ ടു എസ് ബൈ s² - a². ഇനി ഒരു സ്പെഷ്യൽ കേസ് ആയിട്ട് നമ്മൾ a = 1 കൊടുത്താൽ എന്ത് കിട്ടും? എൽ ഓഫ് കോസ് എച്ച് ടി ഈക്വൽ ടു s ബൈ s² - 1.
വേണമെങ്കിൽ നമുക്ക് തിരിച്ചും പറയാം. എൽ ഇൻവേഴ്സ് ഓഫ് എസ് ബൈ എസ് സ്ക്വയർ മൈനസ് 1 ഈക്വൽ ടു കോസ് എച്ച് ടി എന്നും പറയാം. അപ്പോൾ ഇതാണ് നമ്മുടെ റിസൾട്ട്. എൽ ഓഫ് കോസ് എച്ച് ടി ഈക്വൽ ടു എസ് ബൈ എസ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ. അതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, എൽ ഓഫ് സൈൻ എച്ച് എ ടി നോക്കാം. സൈൻ എച്ച് എക്സ് എന്തായിരുന്നു, ഇ റേസ് ടു എക്സ് മൈനസ് ഇ റേസ് ടു മൈനസ് എക്സ് ബൈ 2. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ എഴുതാം, ഡയറക്റ്റ് ആയിട്ട് എൽ ഓഫ് ഇ റേസ് ടു എ ടി മൈനസ് ഇ റേസ് ടു മൈനസ് എ ടി ഡിവൈഡഡ് ബൈ 2. ഇനി എന്ത് ചെയ്യുക, ലാപ്ലേസ് ട്രാൻസ്ഫോം ലീനിയർ ആണെന്നുള്ള പ്രോപ്പർട്ടി യൂസ് ചെയ്യാം. 1/2 ഇൻറ്റു എൽ ഓഫ് ഇ റേസ് ടു എ ടി മൈനസ് എൽ ഓഫ് ഇ റേസ് ടു മൈനസ് എ ടി. ഇനി എന്ത് ചെയ്യാം, എൽ ഓഫ് ഇ റേസ് ടു എ ടി നമുക്ക് അറിയാവുന്നതുകൊണ്ട് അത് അപ്ലൈ ചെയ്യാം. n by s minus a minus 1 by s plus a. That is 1/2 into എന്ത് വരും, s plus a minus s minus a divided by s minus a into s plus a. That is 1/2 into s to s cancel ആയപ്പോൾ a minus minus എന്ന് പറഞ്ഞാൽ a plus a 2a divided by s square minus a square. 2 ക്യാൻസൽ ആകുമ്പോൾ എ ബൈ എസ് സ്ക്വയർ മൈനസ് എസ് സ്ക്വയർ. അപ്പോൾ കിട്ടിയത് എന്താണ്, എൽ ഓഫ് സൈൻ എച്ച് എ ടി. എൽ ഓഫ് സൈൻ എച്ച് എ ടി ഈക്വൽ ടു എ ബൈ എസ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ. ഇനി ഒരു പർട്ടിക്കുലർ കേസായിട്ട് എ ഈക്വൽ ടു 1 കൊടുത്താൽ എന്ത് വരും, എൽ ഓഫ് സൈൻ എച്ച് ടി ഈക്വൽ ടു 1 ബൈ എസ് സ്ക്വയർ മൈനസ് 1. തിരിച്ചെന്ത് പറയാം, എൽ ഇൻവേഴ്സ് ഓഫ് 1 ബൈ എസ് സ്ക്വയർ മൈനസ് 1 ഈക്വൽ ടു സൈൻ എച്ച് ടി എന്നും പറയാം. അപ്പോൾ നമ്മൾ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ ലീനിയാരിറ്റി ഉപയോഗിച്ചിട്ട് നമ്മൾ എന്താ കണ്ടുപിടിച്ചു, കോസ് എച്ച് എ ടിയുടെ കണ്ടുപിടിച്ചു. അതുപോലെ കോസ് എച്ച് ടി എന്തായിരുന്നു, എസ് ബൈ എസ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ. അതുപോലെ അതേ പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ട് സൈൻ എച്ച് എ ടിയുടെയും കണ്ടുപിടിച്ചു. എന്തായിരുന്നു, എ ബൈ എസ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ. ഇനി നമ്മൾ ഈ കേസിൽ എ ഈക്വൽ ടു 1 കൊടുത്താൽ നമുക്ക് കോസ് എച്ച് ടിയുടെയും സൈൻ എച്ച് ടിയുടെയും ലാപ്ലേസ് ട്രാൻസ്ഫോം കിട്ടും. കോസ് എച്ച് ടിയുടെ എന്തായിരുന്നു, എസ് ബൈ എസ് സ്ക്വയർ മൈനസ് 1. സൈൻ എച്ച് ടിയുടെ 1 ബൈ എസ് സ്ക്വയർ മൈനസ് 1. ഓക്കെ, ഇനി നമുക്ക് കോസ് എക്സിൻ്റെയും സൈൻ എക്സിൻ്റെ കോസ് ടിയുടെയും സൈൻ ടിയുടെയും കൂടെ നോക്കാം. അപ്പോൾ അതാണ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് എൽ ഓഫ് കോസ് ഒമേഗ ടി ആൻഡ് എൽ ഓഫ് സൈൻ ഒമേഗ ടി. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ലീനിയാരിറ്റിയും അതുപോലെ ഡെഫിനിഷൻസും ഉപയോഗിച്ചിട്ടാണ് സോൾവ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം ഇ റേസ് ടു ഐ ഒമേഗ ടീന് നമുക്ക് എങ്ങനെ എഴുതാം, കോസ് ഒമേഗ ടി പ്ലസ് ഐ സൈൻ ഒമേഗ ടി. രണ്ട് സൈഡിലും ലാപ്ലേസ് ട്രാൻസ്ഫോം കൊടുക്കും. എൽ ഓഫ് ഇ റേസ് ടു ഐ ഒമേഗ ടി എന്തായിരിക്കും, എൽ ഓഫ് കോസ് ഒമേഗ ടി പ്ലസ് ഐ സൈൻ ഒമേഗ ടി. അപ്പം നമുക്ക് ഓയിലേഴ്സ് ഫോർമുല വെച്ചിട്ട് ഇ റേസ് ടു ഐ തീറ്റ ഈക്വൽ ടു കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ ആയിരുന്നു. അതുകൊണ്ട് ഇ റേസ് ടു ഐ ഒമേഗ ടി ഈക്വൽ ടു കോസ് ഒമേഗ ടി പ്ലസ് ഐ സൈൻ ഒമേഗ ടി ആണ്. രണ്ട് സൈഡിൽ ലാപ്ലേസ് ട്രാൻസ്ഫോം എടുക്കുമ്പോൾ എൽ ഓഫ് ഇ റേസ് ടു ഐ ഒമേഗ ടി ഈക്വൽ ടു എന്താണ്, എൽ ഓഫ് കോസ് ഒമേഗ ടി പ്ലസ് ഐ സൈൻ ഒമേഗ ടി. ഇനി ലാപ്ലേസ് ട്രാൻസ്ഫോം ലീനിയർ ആയതുകൊണ്ട് നമുക്ക് ഇത് എങ്ങനെ എഴുതാം, എൽ ഓഫ് കോസ് ഒമേഗ ടി പ്ലസ് ഐ കോൺസ്റ്റന്റ് ആണല്ലോ, ഐ എൽ ഓഫ് സൈൻ ഒമേഗ ടി. ഇനി നോക്കി ഇ റേസ് ടു എ ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം നമുക്കറിയാം. ഇ റേസ് ടു എ ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം അറിയാം. അപ്പോൾ നമുക്ക് ഇനി അത് യൂസ് ചെയ്യാം. അപ്പോൾ എന്താ നമുക്ക് കിട്ടിയത്, എൽ ഓഫ് കോസ് ഒമേഗ ടി പ്ലസ് ഐ എൽ ഓഫ് സൈൻ ഒമേഗ ടി ഈക്വൽ ടു എൽ ഓഫ് ഇ റേസ് ടു ഐ ഒമേഗ ടി ആയിരുന്നു അല്ലേ. നമുക്ക് എൽ ഓഫ് ഇ റേസ് ടു എ ടി എന്താണെന്നറിയാം, എൽ ഓഫ് ഇ റേസ് ടു എ ടി ഈക്വൽ ടു 1 ബൈ എസ് മൈനസ് എ അല്ലേ. 1 ബൈ എസ് മൈനസ് എ ആണ് എൽ ഓഫ് ഇ റേസ് ടു എ ടി. അപ്പോൾ ഇതിന് നമുക്ക് എങ്ങനെ ചെയ്യാം, 1 ബൈ എസ് മൈനസ് ഐ ഒമേഗ എന്ന് എഴുതത്തില്ലേ.
എൽ ഓഫ് ഇ റേസ് ടു ഐ ടി ഈക്വൽ ടു 1/s മൈനസ് ഓക്കെ, അത് നമുക്ക് ചെയ്യേണ്ടി വരും. കാരണം എ നമ്മൾ റിയൽ നമ്പർ ആയിട്ടല്ലേ എടുത്തത്. അപ്പം ഇത് തന്നെയാണ് വരിക, നമുക്ക് ചെയ്ത് നോക്കാം. 1/s മൈനസ് ഐ ഒമേഗ തന്നെ വരിക. പക്ഷെ നമുക്ക് ഈ റിസൾട്ട് യൂസ് ചെയ്യത്തില്ല, കാരണം എ നമ്മൾ റിയൽ നമ്പറിന് മാത്രമേ ചെയ്തിട്ടുള്ളൂ. കോംപ്ലക്സ് ചെയ്താൽ ഇത് തന്നെ വരിക, നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, എൽ ഓഫ് കോസ് ഒമേഗ ടി പ്ലസ് ഐ എൽ ഓഫ് സൈൻ ഒമേഗ ടി ഈക്വൽ ടു എൽ ഓഫ് ഇ റേസ് ടു ഐ ഒമേഗ ടി എന്ന് കിട്ടി. ഇനി നമുക്ക് ഇത് കാണണം അല്ലേ. അപ്പോൾ ഇതിന് നമ്മൾ ഡെഫിനേഷൻ അപ്ലൈ ചെയ്യണം. നമ്മളിത് കണ്ടിട്ടില്ലല്ലോ, റിയലിന് മാത്രമല്ലേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ കാണണം. അപ്പോൾ എൽ ഓഫ് എഫ് ഓഫ് ടി ഈക്വൽ ടു ഇൻറ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എസ് ടി എഫ് ഓഫ് ടി ഡി ടി ആയിരുന്നു. സെയിം മെത്തഡാണ്, ഇൻറ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എസ് ടി ഇ റേസ് ടു ഐ ഒമേഗ ടി ഡി ടി. ഇനി എന്ത് ചെയ്യുക, നമ്മൾ റിയൽ ചെയ്ത് അതേപോലെ തന്നെ ചെയ്താൽ മതി. ഈക്വൽ ടു എന്ത് വരും, ഇൻറ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എസ് മൈനസ് ഐ ഒമേഗ ടി ഡി ടി. എന്ത് വരും, ഇ റേസ് ടു മൈനസ് ഓഫ് എസ് മൈനസ് ഐ ഒമേഗ ഡിവൈഡഡ് ബൈ മൈനസ് ഓഫ് എസ് മൈനസ് ഐ ഒമേഗ ഇൻറ്റു ഇത് ലിമിറ്റ്സ് 0 ടു ഇൻഫിനിറ്റി. സോറി, ഇവിടെ ഒരു ടി ഉണ്ട്. ഓക്കെ, ഇനി എന്ത് ചെയ്യുക, ലിമിറ്റ്സ് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും, ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി 0 ആണ്, ഇ റേസ് ടു 0 ഈക്വൽ ടു 1. അപ്പോൾ ഒന്നുകൂടെ ചെയ്യാം, ഒരു സ്റ്റെപ്പ് കൂടെ ചെയ്യാം. ഈക്വൽ ടു മൈനസ് 1/s മൈനസ് ഐ ഒമേഗ എന്താണ്, ഇ റേസ് ടു മൈനസ് എസ് മൈനസ് ഐ ഒമേഗ ടി വിത്ത് ലിമിറ്റ്സ് ഫ്രം 0 ടു ഇൻഫിനിറ്റി. ഇനി എന്ത് ചെയ്യുക, ലിമിറ്റ്സ് അപ്ലൈ ചെയ്യും. മൈനസ് 1/s മൈനസ് ഐ ഒമേഗ ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി എന്താണ്, 0 ആണ്, മൈനസ് ഇ റേസ് 0 ഈക്വൽ ടു 1. അപ്പോൾ 1/s മൈനസ് ഐ ഒമേഗ നേടി. ഓക്കെ, അപ്പോൾ എൽ ഓഫ് ഇ റേസ് ടു ഐ ഒമേഗ ടി ഈക്വൽ ടു 1/s മൈനസ് ഐ ഒമേഗ ആണ്. അപ്പോൾ നമുക്ക് എന്താ കിട്ടി, എൽ ഓഫ് കോസ് ഒമേഗ ടി പ്ലസ് ഐ എൽ ഓഫ് സൈൻ ഒമേഗ ടി ഈക്വൽ ടു എന്തായിരുന്നു, എൽ ഓഫ് ഇ റേസ് ടു ഐ ഒമേഗ ടി ആയിരുന്നു. അത് നമുക്ക് എന്ത് കിട്ടി, 1/s മൈനസ് ഐ ഒമേഗ എന്ന് കിട്ടി. ഇനി എന്ത് ചെയ്യുക, നമ്മൾ ഇതിനെ ഒന്ന് ഡിനോമിനേറ്ററിൽ കോംപ്ലക്സ് വരുന്നതുകൊണ്ട് നമ്മൾ അതിനെ ഒന്ന് കോഞ്ചുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 1/s മൈനസ് ഐ ഒമേഗ ഇൻറ്റു, ഇപ്പോൾ ഡിനോമിനേറ്ററിൽ നിന്ന് ഐനെ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ കോഞ്ചുഗേറ്റ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യും. എസ് പ്ലസ് ഐ ഒമേഗ ഡിവൈഡഡ് ബൈ എസ് പ്ലസ് ഐ ഒമേഗ, ദാറ്റ് ഈസ് എസ് പ്ലസ് ഐ ഒമേഗ ഡിവൈഡഡ് ബൈ എന്താണ്, എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. അപ്പോൾ എ സ്ക്വയർ മൈനസ് ഐ ഒമേഗ സ്ക്വയർ, ദാറ്റ് ഈസ് എസ് പ്ലസ് ഐ ഒമേഗ ഡിവൈഡ് ബൈ എസ് സ്ക്വയർ മൈനസ് ഐ സ്ക്വയർ ഒമേഗ സ്ക്വയർ. ഇനി ഐ സ്ക്വയർ ഈക്വൽ ടു എന്താണ്, -1 ആണ്. അപ്പോൾ എന്ത് വരും, എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ വരും. എസ് പ്ലസ് ഐ ഒമേഗ ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ. സോ നമുക്ക് എന്ത് കിട്ടി, എൽ ഓഫ് കോസ് ഒമേഗ ടി പ്ലസ് എൽ ഓഫ് സൈൻ ഒമേഗ ടി ഈക്വൽ ടു എസ് പ്ലസ് ഐ ഒമേഗ ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ. ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം, എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ പ്ലസ് ഐ ഇൻറ്റു ഒമേഗ ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ എന്ന് എഴുതാം. ഇനി എന്ത് ചെയ്യുക, റിയൽ ഇവിടെ ഒരു ഐ ഉണ്ട് കേട്ടോ. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഇക്വേറ്റിംഗ് റിയൽ ആൻഡ് ഇമാജിനറി പാർട്സ്, ഇക്വേറ്റിംഗ് റിയൽ ആൻഡ് ഇമാജിനറി പാർട്സ്. അപ്പോൾ റിയൽ പാർട്ട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, എൽ ഓഫ് കോസ് ഒമേഗ ടി ഈക്വൽ ടു എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ. ഇനി ഇമാജിനറി പാർട്ട് ചെയ്യുമ്പോൾ എൽ ഓഫ് സൈൻ ഒമേഗ ടി ഈക്വൽ ടു എന്ത് വരും, ഐയുടെ കോഎഫിഷ്യൻറ്റ് എന്താണ്, ഒമേഗ ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ. അപ്പോൾ നമുക്ക് കോസ് ഒമേഗ ടിയും സൈൻ ഒമേഗ ടിയും കിട്ടി. എങ്ങനെയത്, നമ്മൾ ഇ റേസ് ടു ഐ ഒമേഗ ടി ഈക്വൽ ടു കോസ് ഒമേഗ ടി പ്ലസ് സൈൻ ഒമേഗ ഐ സൈൻ ഒമേഗ ടി ആണ്. രണ്ട് സൈൻ ലാപ്ലേസ് ട്രാൻസ്ഫോം എടുക്കുമ്പോൾ എൽ ഓഫ് ഇ റേസ് ടു ഐ ഒമേഗ ടി ഈക്വൽ ടു എൽ ഓഫ് കോസ് ഒമേഗ ടി പ്ലസ് ഐ എൽ ഓഫ് സൈൻ ഒമേഗ ടി. അപ്പോൾ എൽ ഓഫ് കോസ് ഒമേഗ ടി പ്ലസ് ഐ എൽ ഓഫ് സൈൻ ഒമേഗ ടി ഈക്വൽ ടു എൽ ഓഫ് ഇ റേസ് ടു ഐ ഒമേഗ ടി. ഇത് നമ്മൾ എന്ത് ചെയ്യുക, ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇ റേസ് ടു ഐ ഒമേഗ ടി കാണണം. അത് ചെയ്യുമ്പോൾ നമുക്ക് 1/s മൈനസ് ഐ ഒമേഗ കിട്ടി. Therefore, L of cos omega t plus I L of sin omega t equal to L of e raised to omega t, that is 1/s minus I omega. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഡിനോമിനേറ്ററിൽ നിന്ന് ഇമാജിനറി സിമ്പിളിനെ മാറ്റാൻ വേണ്ടി നമ്മൾ കോൺജുഗേറ്റ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഇതിന് എന്ത് കിട്ടും, എസ് പ്ലസ് ഐ ഒമേഗ ഡിവൈഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ കിട്ടി. സോ എൽ ഓഫ് കോസ് ഒമേഗ ടി പ്ലസ് ഐ എൽ ഓഫ് സൈൻ ഒമേഗ ടി ഈക്വൽ ടു
എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ പ്ലസ് ഐ ഇൻറ്റു ഒമേഗ ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ. ഇനി എന്ത് ചെയ്യുക, റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും ഇക്വേറ്റ് ചെയ്യണം. അപ്പോൾ റിയൽ പാർട്ട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ എൽ ഓഫ് കോസ് ഒമേഗ ടി ഈക്വൽ ടു എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ. അതുപോലെ ഇമാജിനറി പാർട്ട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ എൽ ഓഫ് സൈൻ ഒമേഗ ടി ഈക്വൽ ടു ഒമേഗ ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ കോസിൻ്റെയും സൈനിൻ്റെയും കാണുക. അപ്പോൾ ഇൻ പർട്ടിക്കുലർ ഒമേഗ ഈക്വൽ ടു 1 കൊടുത്താൽ എന്ത് കിട്ടും, എൽ ഓഫ് കോസ് ടി ഈക്വൽ ടു എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് 1 ആൻഡ് എൽ ഓഫ് സൈൻ ടി ഈക്വൽ ടു 1 ബൈ എസ് സ്ക്വയർ പ്ലസ് 1 ബൈ എസ് സ്ക്വയർ പ്ലസ് 1. അപ്പോൾ ഇത്രയാണ് നമ്മൾ ബേസിക് റിസൾട്ട്സ്. അപ്പോൾ ഏതൊക്കെയായിരുന്നു, എൽ ഓഫ് ടി റേസ് ടു എൻ ഈക്വൽ ടു എന്താണ്, എൻ ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ എസ് റേസ് ടു എൻ പ്ലസ് 1. ജനറലായിട്ട് എൽ ഓഫ് ടി റേസ് ടു എ ഈക്വൽ ടു ഗാമ എ പ്ലസ് 1 ഡിവൈഡ് ബൈ എസ് റേസ് ടു എ പ്ലസ് 1. പിന്നെന്താ, എൽ ഓഫ് ഇ റേസ് ടു എ ടി ഈക്വൽ ടു 1 ബൈ എസ് മൈനസ് എ. അപ്പോൾ അവിടുന്ന് തന്നെ എൽ ഓഫ് ഇ റേസ് ടു മൈനസ് എ ടി ഈക്വൽ ടു 1 ബൈ എസ് പ്ലസ് എ. ഇനി എൽ ഓഫ് കോസ് എച്ച് എ ടി ഈക്വൽ ടു എന്താണ്, എസ് ബൈ എസ് സ്ക്വയർ മൈനസ് ഒമേഗ എസ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ. എൽ ഓഫ് സൈൻ എച്ച് എ ടി ഈക്വൽ ടു എ ബൈ എസ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ. അതുപോലെ എൽ ഓഫ് കോസ് ഒമേഗ ടി എന്താണ്, എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ. എൽ ഓഫ് സൈൻ ഒമേഗ ടി എന്ന് പറഞ്ഞാൽ ഒമേഗ ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ. അപ്പോൾ ഇവിടെ എസ് എക്ക് 1 കൊടുത്താൽ കോസ് എ ടിയുടെയും കോസ് എച്ച് ടിയുടെയും സൈൻ എച്ച് ടിയുടെയും കിട്ടും. ഇവിടെ ഒമേഗയ്ക്ക് 1 കൊടുത്താൽ എൽ ഓഫ് കോസ് ടിയുടെയും സൈൻ ടിയുടെയും ലാപ്ലേസ് ട്രാൻസ്ഫോം കിട്ടും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ബേസിക് റിസൾട്ട്സ്.